ഹായ്, നമസ്കാരം. ഞാനിന്ന് വന്നത് വണ്ടി സംബന്ധമായ 1-2 ടിപ്സുകൾ പരിചയപ്പെടുത്താൻ വന്നതാണ്. അത് കൂടുതലും പുതിയ ഡ്രൈവേഴ്സിനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ബ്രേക്ക് പാഡിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. പുതിയ ബ്രേക്ക് പാഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇത്ര വന്ന് നിൽക്കൂ. ഇതിപ്പോൾ പുതിയ ബ്രേക്ക് പാഡാണ്. ഈ വണ്ടിയിൽ പുതിയ ബ്രേക്ക് പാഡ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വന്ന് നിന്നത്. ഇനി ബ്രേക്ക് പാഡ് ഒരു പകുതിയോളം കഴിഞ്ഞതാണെങ്കിൽ ഇത് കുറച്ചുകൂടി മുകളിലോട്ട് വരും. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് ലൈനർ അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇത്ര നമ്മുടെ ഈ വിരലിൻ്റെ ഇത്ര ഭാഗം കൂടി മുകളിലോട്ട് വന്ന് നിൽക്കും. അപ്പോൾ വിചാരിച്ചോണം ബ്രേക്ക് പാഡ് പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട്, ബ്രേക്ക് പാഡ് മാറണമെന്ന്. ഇനി നമുക്ക് വണ്ടിയുടെ പെട്രോൾ ടാങ്കിനുള്ളിലെ പമ്പിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പോൾ പമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി കൂടുതൽ ചില ആൾക്കാർ യെല്ലോയിൽ വീഴുന്നത് വരെയും വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ചില ഡ്രൈവർമാരുണ്ട്. അത് യെല്ലോയിൽ അടിക്കുമ്പോൾ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് എണ്ണ അടിക്കും, വീണ്ടും യെല്ലോയിൽ വീഴും, വീണ്ടും 10 രൂപയ്ക്ക് അടിക്കും, വീണ്ടും യെല്ലോയിൽ വീഴും. അങ്ങനെ യൂസ് ചെയ്യുന്ന കുറേ ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പം മീറ്ററിൽ നമുക്ക് കാണാം, മീറ്ററിൽ നമ്മുടെ ആ എണ്ണയുടെ ലെവൽ ഇപ്പോൾ താഴെ 3 കട്ടയാണ് കാണുന്നുണ്ടല്ലേ, 3 കട്ട കാണാം. അപ്പോൾ ഈ 3 കട്ടയിൽ ആ 2 കട്ട എപ്പോഴും കാണണം. 2 കട്ടയിലുള്ള എണ്ണ വരുമ്പോൾ ഒരു 1/4 ടാങ്ക് എണ്ണ എപ്പോഴും കാണും. അപ്പോൾ ആ 1/4 ടാങ്ക് എണ്ണയിൽ താഴരുത്. 1/4 ടാങ്ക് എണ്ണയിൽ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഈ പമ്പിന് കംപ്ലൈൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. പമ്പിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വലിയ ഒരു എമൗണ്ട് ആവും. അത് മാത്രമല്ല, അതിൻ്റെ എക്കലുകൾ, ഈ എണ്ണയിലുള്ള ചില അഴുക്കുകളുണ്ട്, അതൊക്കെ കെട്ടിക്കിടന്നിട്ട് പമ്പിൽ നിന്ന് എണ്ണ വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എണ്ണ യെല്ലോ വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി ഇനി അടുത്ത ദിവസം ഞാൻ വരുന്നതാണ്.